കാലവും തലമുറകളും നമിച്ച ചലച്ചിത്രകാരൻ, മൗനം കൊണ്ട് ആരവങ്ങളുടെ അലകളുയർത്തിയ അസാമാന്യ പ്രതിഭ, നിശബ്ദ സിനിമകളുടെ ചക്രവർത്തി, ചാൾസ് സ്പെൻസർ ചാപ്ലിൻ എന്ന ചാർലി ചാപ്ലിൻ. 1889 ഏപ്രിൽ 16 ലണ്ടനിലാണ് ചാർലി ചാപ്ലിൻ ജനിച്ചത്. മദ്യപാനിയായ പിതാവും ബോധത്തിനും അബോധത്തിനുമിടയിൽ സഞ്ചരിച്ച അമ്മയ്ക്കുമിടയിൽ ചാപ്ലിൻ്റെ ബാല്യകാലം ഒരു ദുരിതകാലം കൂടിയായിരുന്നു. അമ്മ ചിത്തരോഗ ആശുപത്രിയിലായതോടെ ചാപ്ലിനും സഹോദരനും അനാഥരായി. ഈ ദുരിതപൂർണമായ ജീവിതം ഒരുപക്ഷെ ചാപ്ലിൻ്റെ കലയെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരിക്കാം. അദ്ദേഹം കണ്ടതും അനുഭവിച്ചതുമായ വേദനകളും ദാരിദ്ര്യവുമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ചിരിക്ക് പിന്നിലെ ഗൗരവമായ ചിന്തയായി മാറിയത്. നാടകശാലകളിലും സംഗീത കച്ചേരികളിലും ചെറിയ വേഷങ്ങൾ ചെയ്താണ് അദ്ദേഹം കലാജീവിതത്തിൽ തുടക്കമിട്ടത്. 1914 മേക്കിംഗ് എ ലിവിങ് എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിലെത്തിയത്. 1918 ആയപ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന വ്യക്തിയായി ചാപ്ലിൻ മാറിയിരുന്നു. പിന്നീടാണ് ദ കിഡ്, എ വുമൺ ഓഫ് പാരീസ്, ദ ഗോൾഡ് റഷ്, ദ സർക്കസ്, സിറ്റി ലൈറ്റ്സ്, മോഡേൺ ടൈംസ് എന്നീ ചിത്രങ്ങൾ വരുന്നത്. അഡോൾഫ് ഹിറ്റ്ലറിനെ പരിഹസിക്കുന്ന 1940 ദ ഗ്രേറ്റ് ഡിക്റ്ററ്റർ ആയിരുന്നു ചാപ്ലിൻ്റെ ആദ്യ ശബ്ദചിത്രം. ചാപ്ലിൻ സിനിമകളിൽ ഏറ്റവും നന്നായി രാഷ്ട്രീയം സംസാരിക്കുന്ന ചിത്രമായിരുന്നു അത്. ഫാസിസത്തെ കണക്കറ്റു പരിഹസിക്കുന്ന ഈ ചിത്രത്തിലെ ഒരു പ്രസംഗം ലോക സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച നിമിഷങ്ങളിൽ ഒന്നായാണ് കണക്കാക്കുന്നത്. നാടകീയതയിൽ ഊന്നിയ ആവിഷ്കരണ രീതിയും കുറച്ച് സാങ്കേതികതയും എന്നാൽ കൗശലം നിറഞ്ഞതുമായ ഉപയോഗവും ചാപ്ലിൻ എന്ന സംവിധായകനിൽ നിന്ന് ആരും പഠിക്കേണ്ടതാണ്. ഓരോ ഫ്രെയിമിലും ചലനങ്ങൾ നിലനിർത്താനും ചലച്ചിത്രം എന്നാൽ ചലനമുള്ള ചിത്രമാണ് എന്ന് ഉറപ്പുവരുത്തുവാനും ചാപ്ലിൻ എപ്പോഴും ശ്രദ്ധിച്ചു. ഒന്നും ചലിക്കാനില്ലാത്തപ്പോൾ സ്വയം ചലിച്ചു. 80-ലധികം സിനിമകൾ. സിനിമ എന്ന മാധ്യമത്തെ തനിക്ക് മുമ്പും പിമ്പും എന്ന് രണ്ടായി പകുത്തുവെച്ചു. 1972 സമഗ്ര സംഭാവനയ്ക്കുള്ള ആദരവായി ഓസ്കാർ ബഹുമതി നേടിയ അദ്ദേഹത്തിന് ലഭിച്ച കരഘോഷം ചരിത്രമാണ്. ഓസ്കാർ വേദിയിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും നീണ്ട കരഘോഷമായിരുന്നു അത്. സദസ്സ് ഒന്നടങ്കം എണീറ്റു നിന്ന് 12 മിനിറ്റ് നേരമാണ് ഹസ്താരവങ്ങളാൽ ചാർലി ചാപ്ലിനെ ബഹുമാനിച്ചത്. 1977 ഡിസംബർ 25 88-ാം വയസ്സിലാണ് ചാപ്ലിൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്.